നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു മധുരമാണ് ഉണ്ടാക്കുന്നത്, ഗുലാബ് ജാമുൻ. ഗുലാബ് ജാമുൻ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അത് ജ്യൂസി ആകാതെ സോഫ്റ്റ് ആകാതെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ അത് പൊട്ടിപ്പോകാറുണ്ട് അല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട്, അതായത് നല്ല ജ്യൂസി ആയിട്ട്, നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിനായിട്ടുള്ള പഞ്ചസാര പാനി തയ്യാറാക്കി വയ്ക്കുക എന്നുള്ളതാണ്. പഞ്ചസാര പാനി ശരിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് നമ്മുടെ ഗുലാബ് ജാമുൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് ഈ അളവിൽ തന്നെ നിങ്ങൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഗുലാബ് ജാമുൻ ഈ ഷുഗർ സിറപ്പിൽ നന്നായിട്ട് മുങ്ങിക്കിടന്നെങ്കിൽ മാത്രമാണ് അതിലേക്ക് നന്നായിട്ട് ജ്യൂസൊക്കെ കയറുള്ളൂ. ഇതിനെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പഞ്ചസാര മുഴുവൻ അലിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വന്നാൽ ഇതിലേക്ക് ഫ്ലേവറിനായിട്ടുള്ള ചേരുവകൾ ചേർക്കാം. ഞാനിവിടെ 3 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. അതുകൂടാതെ റോസ് വാട്ടർ, അതായത് ഗുലാബ് ജൽ എന്നൊക്കെ പറഞ്ഞാൽ മേടിക്കാൻ കിട്ടും, അത് 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ സിറപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് കൃത്യം 2 മിനിറ്റ് മാത്രം തിളപ്പിച്ചെടുക്കുക. ഇത് കൂടുതൽ നേരം നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരുന്നാൽ ഈ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോകും, അത് നൂൽപരുവത്തിലേക്കൊക്കെ ആയിപ്പോകും. ആ ഒരു സ്റ്റേജിലേക്ക് എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കറക്റ്റ് 2 മിനിറ്റ് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിക്കുക. ഈ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ട്. അതായത് 2 കപ്പ് പഞ്ചസാരയ്ക്ക് നമ്മൾ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു അളവിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഈ സിറപ്പ് ഇരുന്ന് ഒന്ന് ചൂടാറിയാലും ഇത് ക്രിസ്റ്റലായി പോകുന്നുള്ള പ്രശ്നമില്ല. തണുത്താലും ഇത് ക്രിസ്റ്റലാവില്ല. അതുകൊണ്ട് നമ്മളിതിലേക്ക് നാരങ്ങനീരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോഴും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഗുലാബ് ജാമുനുള്ള ആ മിക്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് ശരിക്കും എൻ്റെ ഒറിജിനൽ റെസിപ്പി എന്ന് പറയുന്നത് മാവ ചേർത്തിട്ടാണ്. മാവ എന്ന് പറയുന്നത് ഈ പാല് വറ്റിച്ചെടുത്ത് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ നാട്ടിൽ അത്ര ഈസി ആയിട്ട് കിട്ടാനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല. അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് ഇവിടെ പാൽപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. പാൽപ്പൊടി കൊണ്ടും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഞാൻ 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അമൂല്യയുടെ പാൽപ്പൊടിയാണ്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഇത് 120 ഗ്രാം പാൽപ്പൊടിയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഈ ബോൾസൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് വീർത്ത് വരാനായിട്ട് തീർച്ചയായിട്ടും ചേർക്കേണ്ട ഒരു ചേരുവയാണ് ഈ ബേക്കിംഗ് പൗഡർ. പിന്നെ നമുക്ക് വേണ്ടത് മൈദ. ഇത് 3 ടേബിൾ സ്പൂൺ ആണ് നമുക്ക് വേണ്ടത്. ഇതൊരു ബൈൻഡിങ് ഏജൻ്റായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മൈദ ചേർക്കാതെ നമ്മളിത് ഉണ്ടാക്കിയെടുത്താൽ ഗുലാബ് ജാമുൻ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത്. ഇത് ഒരു മിക്സിംഗ് ബൗളിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. അതായത് 60 മില്ലി പാല്. തണുത്ത പാലല്ല, റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒത്തിരി നേരമായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ കുറച്ച് ഒട്ടലുള്ളൊരു മാവായിട്ടാണ് നമുക്കിത് ആദ്യം കിട്ടുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർക്കുന്നത് ഇതിൻ്റെ ഒട്ടലൊന്ന് കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഈ മിക്സിൻ്റെ ഒരു ഫാറ്റ് കണ്ടന്റ് കൂടി കിട്ടുകയും ചെയ്യും. ഈ നെയ്യ് ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി മാവ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വരുന്ന ബോൾസ് ആയിട്ടാണ് നമ്മളത് ഷേപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ പീസായിട്ട് ഏകദേശം 12 തൊട്ട് 15 ഗ്രാം ആ ഒരു വലുപ്പത്തിൽ വരുന്ന പീസസ് ആയിട്ട് ഇത് മുറിച്ചെടുക്കുക. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി വീർത്ത് നല്ല വലിപ്പം വെച്ച് വരും. അതുകൊണ്ട് ഇപ്പോൾ ചെറിയ ബോൾസ് ആയിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. ഇനി ഇത് ഓരോന്ന് നമ്മുടെ ഉള്ളം കൈയിലേക്ക് വെച്ചിട്ട് ഒന്ന് അമർത്തി ഇതേപോലെ ഉരുട്ടിയെടുത്ത് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതേപോലെ അമർത്തി ഉരുട്ടിയെടുത്തില്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൽ ക്രാക്സ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഒട്ടും വിള്ളലൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബോൾസ് ആയിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഒരേ സമയം ഈ ബോൾസ് എല്ലാം ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇതിപ്പോൾ ഷേപ്പ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു ബാച്ച് ഫ്രൈ ചെയ്ത ശേഷം ബാക്കിയുള്ളത് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ ബോൾസാക്കി വെച്ചാൽ അത് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും കൂടുതൽ ഡ്രൈ ആകും. അതുകൊണ്ട് നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാൽ അത്രയ്ക്ക് ശരിയാവില്ല. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്ത ശേഷം ബാക്കിയുള്ള മാവിലേക്ക് അത് ഡ്രൈ ആയിട്ടുണ്ടാകും. അപ്പോൾ അതിലേക്ക് ഒരല്പം, അതായത് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ പാല് ചേർത്ത് ആ മാവൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് പിന്നെ അത് ബോൾസാക്കി എടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാം.
ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ നമ്മൾ ഈ മാവ് മിക്സ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ലോ ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവണം. മിതമായ ചൂടുള്ള എണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത്. എണ്ണയുടെ ചൂടൊന്ന് നോക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം മാവ് എണ്ണയിലേക്ക് ഇട്ട് നോക്കാം. ഈ മാവ് പൊങ്ങി വരാതെ അവിടെ തന്നെ കുറേ നേരം അങ്ങ് കിടക്കുകയാണെങ്കിൽ എണ്ണയുടെ ചൂട് പാകമായിട്ടില്ല എന്നാണ്. അല്പസമയം കൂടി ചൂടാക്കിയിട്ട് വീണ്ടും മാവ് ഇട്ട് നോക്കുക. നമ്മളിടുന്ന മാവ് ഒരു 5-6 സെക്കൻഡിനുള്ളിൽ മുകളിലേക്ക് ഇതേപോലെ പൊങ്ങി വരുവാണെങ്കിൽ ഈ എണ്ണയുടെ ചൂട് കറക്റ്റ് ആണെന്നാണ്. അപ്പോൾ ഈ സമയം നമുക്കിത് ഫ്രൈ ചെയ്യാം. നമ്മൾ ഇട്ട് കൊടുത്ത മാവ് പെട്ടെന്ന് പൊങ്ങി വന്ന കളറൊക്കെ പെട്ടെന്ന് മാറുവാണെങ്കിൽ എണ്ണയുടെ ചൂട് വളരെ കൂടുതലാണെന്നാണ്. അപ്പോൾ തീ ഓഫ് ചെയ്ത് എണ്ണയുടെ ചൂട് കുറച്ച ശേഷം വേണം ഈ ബോൾസ് ഇട്ട് കൊടുക്കാൻ. നമ്മൾ ഈ ബോൾസ് ഇടുന്ന സമയത്ത് ഈ ബോൾസിലധികം തട്ടാതെ എണ്ണയൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഓരോ ബോൾസും ഈ പാത്രത്തിൻ്റെ അടിയിൽ പോയി കിടന്നിട്ട് അടിഭാഗത്തിന് കളർ പെട്ടെന്ന് മാറിപ്പോകും. അപ്പോൾ ഇങ്ങനെ സാവധാനം ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഈ ബോൾസൊക്കെ മുകളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ലോ ഫ്ലെയിമിൽ തന്നെ ഇത് പാകത്തിനൊരു കളർ ആകുന്നതുവരെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഈ ബോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയുടെ ചൂട് വളരെ കുറവാണെങ്കിൽ നല്ലൊരു കളറായി കിട്ടാൻ വേണ്ടി കുറേ നേരം അത് ഫ്രൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പുറം ഭാഗം കൂടുതൽ ഹാർഡാകും. അതുപോലെ തന്നെ എണ്ണയുടെ ചൂട് വളരെ കൂടുതലാണെങ്കിൽ പുറം ഭാഗത്ത് പെട്ടെന്ന് കളർ മാറും, ഉൾഭാഗം വേവാതിരിക്കും. അതുകൊണ്ട് ഈ മിതമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ചൂടിൽ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ബോൾസൊക്കെ ഇവിടെ നല്ല ഭംഗിയായിട്ട് വീർത്ത് ക്രാക്സ് ഒന്നും ഒട്ടും ഇല്ലാതെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരല്പം കൂടി കളറായി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിൽ നിന്ന് കോരി മാറ്റി ഉടനെ തന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഷുഗർ സിറപ്പിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ ഷുഗർ സിറപ്പ് തണുത്തു പോയെങ്കിൽ അതൊന്ന് ചൂടാക്കണം. ചൂടുള്ള സിറപ്പിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോഴാണ് ആ ജ്യൂസ് ഇതിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവുള്ളൂ. ഈ ഒരു കളറിൽ ഞാൻ കോരി മാറ്റുവാണ്. വേഗം തന്നെ ചെറിയ ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ബോൾസ് ഇതിലേക്ക് ഇടുമ്പോൾ തന്നെ ഈ സിറപ്പ് ഇതിലേക്ക് നന്നായിട്ട് വലിച്ചെടുക്കും. പിന്നെ 1-2 മണിക്കൂർ നമ്മളിത് മാറ്റി വയ്ക്കും. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ഷുഗർ സിറപ്പിൻ്റെ ഏതാണ്ട് 3/4 ഭാഗത്തോളം സിറപ്പ് ഈ ബോൾസിനുള്ളിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ടാവും. ഞാനിതൊരു ഗ്ലാസ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇനി ഇതൊരു 2 മണിക്കൂറിന് ശേഷം നോക്കാം. ഇതായിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ബോൾസൊക്കെ കണ്ട് ഒന്നുകൂടി വീർത്ത് വന്നിട്ടുണ്ട്. ആ സിറപ്പിൻ്റെ അളവ് നന്നായിട്ട് കുറഞ്ഞേക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മുഴുവൻ ഇതിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് ഒന്ന് മുറിച്ച് കാണിക്കാം. സോഫ്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് ഇതേപോലെ തന്നെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.